സാധാരണ പെരുംഗുണ്ടയാണ് ഗുണ്ടാ സുഗതൻ. 7 പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളുമുണ്ട് ഗുണ്ടാ സുഗതന്. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലറുമായ ആർ സുഗതനെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. വധശ്രമ കേസിൽ ചോദ്യം ചെയ്യുന്നതിന് സുഗതനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം പോലീസ് തള്ളി. മാലയടക്കം തട്ടിപ്പറിച്ചെന്നും കുഞ്ഞിന് നേരെ തോക്കു ചൂണ്ടിയുമെന്ന ഭാര്യയുടെ വാദം നുണയാണെന്നാണ് പോലീസ് പറയുന്നത്. ധൈര്യമുണ്ടെങ്കിൽ സുഗതന്റെ വീട്ടിലെ CCTVകൾ പുറത്തുവിടാനും പോലീസ് വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളായ വ്യത്യസ്ത വകുപ്പുകളുള്ള 7 കേസുകളിൽ സുഗതൻ പ്രതിയാണ്. ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ടാണ്. നീ ഒന്നും പിടിച്ചാ വരൂല. എത്ര പിടിച്ചാലും ശരി, ഞാൻ മീഡിയ പറയാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു പോലീസ് നാടകീയമായി ആർ സുഗതനെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ കാപ്പ കേസിൽ പ്രതിയായ സുഗതനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ നിന്നാണ് അതീവ സുരക്ഷാ ജയിലായ വിയൂരിലേക്ക് സുഗതനെ മാറ്റിയത്. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. സുഗതനെ പിടികൂടുന്നതിനിടെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്കു ചൂണ്ടിയെന്നുമുള്ള കുടുംബത്തിന്റെ വാദം പോലീസ് തള്ളി. സുഗതന്റെ വീട് CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിടട്ടെ എന്നുമാണ് പോലീസ് നിലപാട്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വട്ടിയൂർക്കാവ് SHOയെ മാറ്റാനും നീക്കമുണ്ട്. SHO വിപിനെ അടക്കം ആക്രമിച്ചെന്ന പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ നിയമിക്കുവാൻ ആലോചിക്കുന്നത്. സുഗതൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ CPIM പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇത് നമ്മുടെ നാട്ടിനകത്ത് തന്നെ ആളിനും സ്വത്തിനുമെല്ലാം ഭീഷണിയാകുന്ന രൂപത്തിലേക്ക് ആളുകളുടെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളായി ഈ ആർ സുഗതൻ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. സുഗതനുള്ള പിന്തുണ ഇന്നും BJP നേതൃത്വം ആവർത്തിച്ചു. പോലീസിൻ്റെ റിപ്പോർട്ട് പോലീസ് കൊടുക്കും. മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര ഉപമന്ത്രി ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പോലീസിനെ ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായ ആർ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് നീക്കമുണ്ട്. ന്യൂസ് ലീഡർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.